യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ കൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 47 അധ്യായം. ഫറവോൻ ഗസയെ തോൽപ്പിച്ചതിന് മുമ്പേ ഫെലിസ്ത്യരെക്കുറിച്ച് യിരെമ്യാ പ്രവാചകന് യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: വടക്കുനിന്ന് വെള്ളം പൊങ്ങി കവിഞ്ഞൊഴുകുന്ന നദിയാകും. അത് ദേശത്തിന്മേലും അതിലുള്ള സകലത്തിന്മേലും പട്ടണത്തിന്മേലും അതിൽ പാർക്കുന്നവരുടെ മേലും കവിഞ്ഞ് ഒഴുകും. അപ്പോൾ മനുഷ്യർ നിലവിളിക്കും, ദേശനിവാസികളൊക്കെയും മുറയിടും. അവൻ്റെ ബലമുള്ള കുതിരകളുടെ കുളമ്പൊച്ചയും അവൻ്റെ രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവം നിമിത്തം ധൈര്യം ക്ഷയിച്ചിട്ട് അപ്പന്മാർ മക്കളെ തിരിഞ്ഞ് നോക്കുകയില്ല. ഫിലിസ്ത്യ ദേശമൊക്കെയും നശിപ്പാനും സോരിലും സീദോനിലും ശേഷിച്ചിരിക്കുന്ന സകല സഹായകന്മാർക്ക് ഛേദിച്ചു കളയുവാനുമുള്ള ദിവസം വരുന്നതുകൊണ്ട് തന്നെ കഫ്തോർ കടൽപ്പുറത്ത് ശേഷിപ്പുള്ള ഫെലിസ്ത്യരെ യഹോവ നശിപ്പിക്കും. ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ അസ്കലോൻ മുടിഞ്ഞുപോയി. എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും? അയ്യോ, യഹോവയുടെ വാളെ, നീ എത്രത്തോളം വിശ്രമിക്കാതെ ഇരിക്കും? നിന്റെ ഉറിയിൽ കടക്ക, വിശ്രമിച്ച് അടങ്ങിയിരിക്കുക. അസ്കോലിനും സമുദ്രതീരത്തിനു വിരോധമായി യഹോവ കൽപ്പന കൊടുത്തിരിക്കെ അടങ്ങിയിരിപ്പാൻ അതിന് എങ്ങനെ കഴിയും? അവിടേക്ക് അവൻ അതിനെ നിയോഗിച്ചുവല്ലോ. നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. യേശുവിൻ പീഡകളെ എന്നെ സുധീരനാക്കണമേ. നന്മതൻ നിറകുടമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ പീഡകളെ എന്നെ സുധീരനാക്കണമേ. നന്മതൻ
നിറക്കുടമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥാ, നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. യേശുവിൻ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ.